കിരൺ ബാബുലേക്ക് എത്താം. KPCC വക്താവ് ജിൻഡോ ജോൺ ചേരുന്നുണ്ട്. ജിൻഡോയെയും അതോടൊപ്പം അനൂപിനെയും KPCC വക്താക്കൾ പദവിയിൽ നിന്നും വക്താക്കൾ ആ സ്ഥാനത്തു നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജു പി നായർ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. അവർ ഉന്നയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം പാർട്ടിക്കകത്ത് നിങ്ങൾ വിമർശനം ഉന്നയിക്കാം, പക്ഷേ ഇത് പരസ്യമായി മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധിക്കേണ്ട ചുമതലയുള്ള വക്താക്കളാണ് ഈ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ നീക്കണം, ചുമതലകളിൽ നിന്ന് നീക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതിനോട് ജിൻഡോയുടെ പ്രതികരണം എന്താണ്? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹം അങ്ങനെ ഒരു പരാതി കൊടുത്തായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു പരാതി കൊടുത്തയാളോ പരാതി കിട്ടിയയാളോ പറയാതെ വാർത്തയാകില്ല. അപ്പൊ അങ്ങനെ പാർട്ടിയുടെ ഇന്റേണൽ ആയിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ വാർത്തയാക്കുന്നതും സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, പറഞ്ഞ നേതൃത്വത്തെയും പാർട്ടി തീരുമാനങ്ങളെയും പാർട്ടി നയങ്ങളും പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ പിന്തുണച്ച് അതിനുവേണ്ടി പ്രചരണം നടത്തുകയാണ് നമ്മുടെ ജോലി. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും പ്രചരണം നടത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള തീരുമാനം ഉണ്ടായാൽ പാർട്ടിക്കാർക്ക് ആശങ്ക ഉണ്ടാകുന്ന തീരുമാനം ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കുന്നതും കൂടി ഉത്തരവാദിത്വം വിചാരിക്കുന്നു. സർക്കാരിന് വേണ്ടിയിട്ട് 100% PR ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി അതിനപ്പുറത്ത് നമ്മളുടെ ഭാഗത്ത് വ്യക്തിപരമായി എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ അവർ ഉന്നയിക്കുന്ന വിഷയം ഗൗരവമുള്ളതല്ലേ? കാരണം ഇവിടെ പാർട്ടിക്ക് ഒരു ജനാധിപത്യ സംവിധാനമുണ്ട്. പാർട്ടിക്കുള്ളിൽ വിമർശിക്കേണ്ടതിന് പകരം നിങ്ങൾ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നു. അതാണ് VD അനുകൂല പക്ഷം പ്രധാനമായി ഉയർത്തിക്കാണിക്കുന്ന ഒരു ആക്ഷേപം. അല്ല, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലൊരു കറക്ഷൻ ഉണ്ട്. VD അനുകൂല പക്ഷം, VD എതിർ പക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പക്ഷമൊന്നുമില്ല. അതങ്ങനെ പലരും അങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു പക്ഷമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യസ്തമായിട്ട് പല കാലത്തും പലരും പറയാറുണ്ട്. ഇപ്പോ ഇനി പാർട്ടിക്കകത്ത് പറയണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് എവിടെയാണ് എന്ന് കൂടി പറയണം, ഏതാണ് ആ പ്ലാറ്റ്ഫോം എന്ന് കൂടി പറയണം. പലരെയും നമ്മൾ പലതരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പലർക്കും വിളിച്ചാൽ കിട്ടാറില്ല. അപ്പൊ പല പ്രശ്നങ്ങളും പലതരത്തിലുണ്ട്. അപ്പൊ അത് വേറെ കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പാർട്ടിയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺസ് ആയിട്ട് ഇരുന്നിട്ട് പാർട്ടിയുടെ സംഘടനാപരമായ ചുമതലകളിൽ ഇരുന്നിട്ട് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നടപടി എടുക്കുകയാണെങ്കിൽ മുൻകാല പ്രാബല്യം അക്കാര്യത്തിന് ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. ഇനി മുൻകാല പ്രാബല്യത്തോടെയാണ് നടപടി എടുക്കുന്നതെങ്കിൽ എത്ര കാലം മുമ്പ് വരെയുള്ള പ്രാബല്യത്തോടെയാണ് നടപടി എടുക്കുന്നതെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്കെതിരെ മാത്രമാണോ ഇനി മറ്റാർക്കെങ്കിലും ഒക്കെ എതിരെ അത്തരത്തിൽ മുൻകാല പ്രാബല്യത്തോടെ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ വാർത്തകളുടെ പേരിൽ മാത്രമാണ് പ്രതികരിക്കുന്നത്. എന്റെ ഒരു ഉറപ്പ് അത്തരത്തിലൊരു തീർച്ചയായും ഞങ്ങൾ അതാണ് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് KPCC ഭാരവാഹിയായിരുന്ന VD സതീശൻ അന്നത്തെ മുഖ്യമന്ത്രിയെ പരസ്യമായി മാധ്യമങ്ങളിലൂടെ വിമർശിച്ചിട്ടുണ്ട്. അതൊരു പക്ഷെ അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മാത്രമല്ല അതോടൊപ്പം ഈ വിമർശിക്കുന്നവരെ എതിർക്കുന്ന ശബ്ദങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു പ്രവണത, ഒരു ഏകാധിപത്യ പ്രവണത ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? താങ്കൾ ഇന്നലെ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അത്തരമൊരു ഒളിയമ്പുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വിമർശിച്ച KSU നേതാവിന്, KSU സംസ്ഥാന അധ്യക്ഷന് KPCC ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്താൻ അവകാശമില്ല. വിമർശിച്ച KPCC വക്താക്കളെ നീക്കണമെന്ന് KPCC നേതൃത്വത്തിന് പരാതി നൽകുന്നു. അതായത് എതിർക്കുന്ന ശബ്ദങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അത്തരമൊരു ഏകാധിപത്യ പ്രവണതയാണോ ഇത്, ജിൻഡോ? അല്ല, ഞാനങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണത എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് പലതരത്തിലുള്ള ആരാധകരും അനുചരന്മാരുടെ ഒക്കെ ഒരു പരിപ്രേക്ഷ്യമാണ്. ഞാൻ അങ്ങനെയൊന്നും ഇതിന് കാണുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് വിചാരിക്കില്ല. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പരാതി കൊടുപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പരാതി കൊടുത്താൽ അത് അദ്ദേഹത്തിന്റെ തന്നെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമാകില്ലേ? ഞങ്ങളെ പോലുള്ള ആളുകളെയൊക്കെ ഭീഷണമായിട്ടുള്ള വാക്കുകളിലൂടെ ഊർജം പകർന്നു നൽകി മുന്നോട്ട് കൊണ്ടുപോയത് അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ്. അപ്പൊ അവരുടെയൊക്കെ പാതകൾ പിന്തുടർന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. താങ്കൾ ശരിയായി സൂചിപ്പിച്ചതുപോലെ മുൻ സർക്കാരിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തൊക്കെ വ്യത്യസ്തമായ നിലപാട് പരസ്യമായി പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് പാർട്ടി നടപടിയെടുക്കുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല ഒരിക്കലും അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നതും ഇത്തരത്തിലൊരു പരാതി കൊടുത്തു എന്ന് പറയുന്നതും. ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. വ്യക്തമാണ്. KPCC വക്താവ് ജിൻഡോ ജോണാണ് പ്രതികരിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയല്ല, അദ്ദേഹത്തിന്റെ ചില അനുകൂലികൾ അല്ലെങ്കിൽ ആരാധകർ ഈ രീതിയിൽ ഒരു പരാതി കൊടുത്തു.
എന്നാണ് ജിൻഡോ ഇപ്പോൾ പറയുന്നത്. എന്തായാലും നടപടി ഉണ്ടാവുമെങ്കിൽ അത് കാണട്ടെ എന്ന രീതിയിലുള്ള ഒരു കാര്യം കൂടി ജിൻഡോ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇതൊരു സ്ഥിരമായി ഇത്തരം പ്രവണതകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയരുന്നു. മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ പാർട്ടി സംവിധാനമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ ജിൻഡോയും ചൂണ്ടിക്കാണിക്കുന്നതാണ്, പാർട്ടി എന്നൊരു സംവിധാനം ഇപ്പോൾ ഇല്ലല്ലോ. കാരണം ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട് എന്ന് പറയുന്നു. ആ പാർട്ടി എന്നൊരു സംവിധാനമില്ലാത്തടത്ത് എവിടെ പരാതി നൽകാൻ കഴിയും എന്നാണ് ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിക്കുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ രാജു പി നായർ ഇതേ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു. വക്താക്കൾ സ്ഥാനത്തു നിന്നും ജിൻഡോ ജോണിനെയും VR അനൂപിനെയും നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് VD അനുകൂല പക്ഷം KPCC നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.